അതേ അർപ്പണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അർപ്പണത്തിൻ്റെ അന്തസ്സത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട ഒരു നല്ല ദിവസമാണിത്. ഒരു ദിവസം മദർ തെരേസ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. മദർ തെരേസ അയാളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതുകൊണ്ടാണ്: ആരെങ്കിലും ദൈവ ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവസേവനത്തിനായിട്ട് അർപ്പിക്കുന്നവരുടെ മനോഭാവം ഇതായിരിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി നല്ല ദിവസത്തിൽ 1-2 കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രവർത്തനപ്പെടുത്തണമെന്ന് ഞാൻ എൻ്റെ മനസ്സ് പറയുന്നു. ഒന്നാമതായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് അർപ്പണത്തെക്കുറിച്ചാണ്. അർപ്പണത്തിൻ്റെ ദിവസമാണിത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗ്രഹങ്ങളിലൂടെ യേശുവിന് ദൈവപിതാവിന് യെരൂശലേം ദേവാലയത്തിൽ സമർപ്പിച്ച ആ ദിവസമാണിത്. അതേ അർപ്പണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അർപ്പണത്തിൻ്റെ അന്തസ്സത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട ഒരു നല്ല ദിവസമാണിത്. ഇന്ന് നിങ്ങളുടെ ചിന്താ വിഷയമായിട്ട് ഒരുപാട് മാതൃകകൾ വേദപുസ്തകത്തിൽ നിന്നും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കത്തിലേ നമുക്ക് കാണുന്നത് ആബേലിൻ്റെ സമർപ്പണമാണ്. ആബേലിനും കായേനും ദൈവത്തിന് കാഴ്ചയർപ്പിച്ചു. പക്ഷേ അത് ഒരാളുടെ ദൈവം സ്വീകരിച്ചു, കായേൻ്റെ ദൈവം സ്വീകരിച്ചില്ല. കാരണം അയാൾക്ക് വേണ്ടാത്ത കായ്കനികളെയാണ് അയാൾ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. എന്നാൽ ആബേലാകട്ടെ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും നല്ല ആടിനെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് ബലിയായി അർപ്പിച്ചപ്പോൾ ആ മനോഭാവം ദൈവം അംഗീകരിക്കുകയും ആ കാഴ്ച സ്വീകരിക്കുകയും ചെയ്തതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അബ്രഹാമിൻ്റെ ബലിയാണ്. അബ്രഹാം ദൈവം ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൻ്റെ ഏകപുത്രനായ ഇസ്ഹാക്കിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും മണൽത്തീരത്തെ മണൽത്തരികളെ പോലെയും സന്തതികളെ വർദ്ധിപ്പിക്കാൻ ദൈവം വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ പുത്രനെ തന്നെ ദൈവം ആവശ്യപ്പെട്ട ആ നിമിഷത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ളതിന്, തനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതിന് ദൈവത്തിന് സമർപ്പിക്കുവാൻ സന്നദ്ധനായ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നാം അനുസ്മരിക്കുന്ന നല്ല ദിവസമാണിത്. സമർപ്പണം ഏറ്റവും നല്ലതിനെ ദൈവത്തിന് തിരഞ്ഞെടുത്ത് അർപ്പിക്കുന്നതായിരിക്കണം എന്നുള്ളൊരു പാഠമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വീണ്ടും വേദപുസ്തകത്തിൽ തിരിയുകയാണെങ്കിൽ ഹന്നായുടെ ആ സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മക്കളില്ലായിരുന്ന ഹന്നായിക്ക് ദേവാലയത്തിൽ വന്ന് നിരന്തരം മുട്ടിപ്പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം സാമുവേലിനെ നൽകുന്നു. ഒരു പുത്രനെ നിനക്ക് തരികയാണെങ്കിൽ അവന് ശിശുപ്രായത്തിൽ തന്നെ ദൈവ ശുശ്രൂഷയ്ക്ക്, ദേവാലയ ശുശ്രൂഷയെ കാഴ്ചവെക്കാമെന്ന് മാതാവായ ഹന്ന നേർന്നു. അതേപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയവും തൻ്റെ ഏകപുത്രനെ ഹന്നയുടെ സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നത് നാം സുവിശേഷത്തിൽ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള സമർപ്പണം യേശു തന്നെ മുഴുവനായിട്ടും കുരിശിൽ ദൈവത്തിന് സമർപ്പിച്ചതാണ്. കുരിശിൽ യേശു തന്നെ മുഴുവനായിട്ടും പിതാവേ അങ്ങയുടെ തിരുക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പാപപരിഹാരത്തിനായി, ലോകത്തിൻ്റെ രക്ഷയ്ക്കായി തന്നെ സമർപ്പിക്കുന്ന ആ സമർപ്പിതമാണ് നമുക്കെല്ലാവരും സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വക മാതൃകകളെക്കുറിച്ച്, സമർപ്പണത്തിൻ്റെ മാതൃകകളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വീണ്ടും സമർപ്പണത്തിൻ്റെ അന്തസ്സതയിലേക്ക് തിരിയുവാനായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ദൈവത്തിനു മുമ്പിൽ സമർപ്പണമെന്ന് ഒന്നുകൂടി അവലോകനം ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു ദിവസം മദർ തെരേസ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. മദർ തെരേസ അയാളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതുകൊണ്ടാണ്: നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമർപ്പണ ജീവിതത്തിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാളെ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: ഞാൻ വളരെയധികം എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് നോക്കി. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. ഞാൻ ഫ്രാൻസിസ് അസീസി തന്നെ സമർപ്പിച്ചതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു.
ഫ്രാൻസിസ് അസീസി ദൈവത്തിൽ നിന്നൊരു സ്വരം കേട്ടു. നീ പറയുക, ഏതാണ് കൂടുതൽ നല്ലത്, ദാസന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതോ യജമാനന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതോ? അത് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഈ ഫ്രാൻസിസ് എടുത്ത തീരുമാനം ഇതായിരുന്നു: ദാസന് വേണ്ടിയുള്ള അർപ്പിച്ച് കളയേണ്ടതല്ല എൻ്റെ ജീവിതം, യജമാനായ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ ദൈവം തിരഞ്ഞെടുത്തത്. ഇതാണ് അയാൾ മദർ തെരേസയ്ക്ക് നൽകിയ ഉത്തരം. യജമാനന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത് മഹോന്നതമായിട്ടൊരു പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് തിരുത്തിക്കൊണ്ട് മദർ തെരേസ ആ ആർത്തിയോട് പറഞ്ഞത് ഇതാണ്: അതായത്, നീ യജമാനന് വേണ്ടി ജീവിതത്തെ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതേസമയം തന്നെ എൻ്റെ പ്രിയ സഹോദരൻ ഒന്നാലോചിച്ച് നോക്കുക, ദൈവത്തിന് നിൻ്റെ സഹായം കൊണ്ടൊരു ആവശ്യവുമില്ല. അതെ, നീയാണ് ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിനക്കൊരു വലിയ ശുശ്രൂഷയിൽ, ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദൈവ ശുശ്രൂഷയ്ക്ക് ആരൊക്കെ സഭ ആകമൊത്തമായിക്കൊള്ളട്ടെ, ഇടവകളിൽ തന്നെ ആയിക്കൊള്ളട്ടെ, ചെറിയ ചെറിയ സമൂഹങ്ങളായിക്കൊള്ളട്ടെ, ആരെങ്കിലും ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവസേവനത്തിനായിട്ട് അർപ്പിക്കുന്നവരുടെ മനോഭാവം ഇതായിരിക്കണം. അതായത്, ദൈവം എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ദൈവിക ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ പറയരുത്, ഞാൻ എന്തോ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സമർപ്പിച്ചത്. ആരും പറയരുത് എൻ്റെ പ്രിയ സുരേ. എളിമയുടെ മനോഭാവത്തോടുകൂടി എൻ്റെ ദൈവത്തെ തൻ്റെ സേവനത്തിനായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷപൂർവ്വം ചെയ്യുവാനായിട്ട് ഞാൻ അർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അർപ്പണത്തിൻ്റെ അടിസ്ഥാനം. വീണ്ടും മദർ തെരേസ ആ അർത്ഥിയോട് തന്നെ ചോദിക്കുകയുണ്ടായി: നിങ്ങളെ ഈ അർപ്പിത ജീവൻ തിരഞ്ഞെടുത്തല്ലോ, അർപ്പിത ജീവിതത്തിൽ എന്ത് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിന് അയാൾ കൊടുത്ത ഉത്തരം ഇതായിരുന്നു: ദൈവമഹത്വത്തിനായും സാധ്യമായ നല്ല പ്രവർത്തികൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മദർ തെരേസ അയാളെ ഒന്നുകൂടെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഇതാണ്: അതായത്, നിൻ്റെ കഴിവ് കൊണ്ടും നിൻ്റെ ബുദ്ധി കൊണ്ടും നിൻ്റെ ശക്തി കൊണ്ടും ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. നിന്നെ കൂടാതെ ദൈവത്തെ ഈ ലോകത്തെ സൃഷ്ടിച്ചു. ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളും, ലോകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ മനുഷ്യരെല്ലാവരും കൂടാനുകൂടി കളകൾ ചെയ്യുന്ന ആ നല്ല പ്രവൃത്തികളെല്ലാം ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. ആ നല്ല ദൈവത്തിന് നിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറയുകയുണ്ടായി. എങ്കിലും യേശു പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. ആ ഒരു മനോഭാവത്തോടുകൂടി വേണം ഈ സഭാ ശുശ്രൂഷയ്ക്കായി വരുന്നവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം വിനയത്തോടുകൂടെ പൂർത്തിയാക്കാനായിട്ട് എന്നാണ് മദർ തെരേസ അവർക്ക് നൽകിയ ഉപദേശം. അതായത്, വീണ്ടും മദർ തെരേസ ആ വ്യക്തിയോട് തന്നെ ചോദിച്ചു: എന്തുകൊണ്ട് എന്നെ ദൈവം തിരിച്ചു? നിൻ്റെ സമൂഹത്തിൽ, നിൻ്റെ സഭയിൽ നിന്നെക്കാളും പ്രഗത്ഭരായ ധാരാളം പേരുണ്ടായിരുന്നുവല്ലോ. എന്തുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട് നിന്നെ ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് എൻ്റെ പ്രിയ സഹോദരരെ. ഒരു കുഞ്ഞായിരുന്നപ്പോൾ ഒരു സെമിനാരിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാനും ഇതുപോലെ ചിന്തിച്ചു പോയി, എന്തുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു? എന്നെക്കാളും പ്രഗത്ഭരായ, എന്നെക്കാളും കഴിവുള്ള, എന്നത്തെക്കാളും ബുദ്ധിശക്തിയുള്ള അനേകം പേര് ഈ സമൂഹത്തിൽ, എൻ്റെ സമൂഹത്തിൽ തന്നെ, എൻ്റെ സഭാ സമൂഹത്തിലും ഞാൻ ജീവിക്കുന്നതിന് ലോകത്തിലും ഉണ്ടായിരുന്നുവല്ലോ. എന്തുകൊണ്ട് ദൈവം എന്നെ ഈ മഹനീയമായ കർത്തവ്യത്തിന് തിരഞ്ഞെടുത്തതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. ഇതിന് ദൈവം നൽകുന്ന ഉത്തരം ഇതാണ്. മദർ തെരേസ വ്യക്തിയെ പറഞ്ഞു കൊടുത്ത ഉത്തരം ഇതാണ്: അതായത്, നമ്മളൊരിക്കലും പറയരുത് ദൈവത്തിന് വേണ്ടി മഹത്വത്തിനായിട്ട് വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്, അതായത് ദൈവസേവനത്തിനായിട്ട് വളരെയേറെ ലോകപ്രസിദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്
എന്നുള്ളതല്ല നമ്മളെ അതിന് ഈ ദൈവസേവനത്തിലേക്ക് ആകർഷിക്കേണ്ടത്. എളിമയോടുകൂടി ദൈവം തരുന്ന ഏത് കൃത്യങ്ങളും നമ്മൾ വളരെയധികം എളിമയോടുകൂടി ചെയ്യണം. മധുരി സാരോട് പറഞ്ഞത്, ദൈവം അങ്ങേയറ്റം വിനീതനാണ്. ദൈവം വിനീതനായതുകൊണ്ട് ദൈവം വിനീതരെ തിരഞ്ഞെടുക്കുന്നു. അതായത് വിനീതരോട്, അവശ്യത അനുഭവിക്കുന്നവരോട് പക്ഷം ചേരുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവം വിനീതരെ തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ട് ദൈവം ഈ ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനതമായി തിരഞ്ഞെടുത്തു എന്നുള്ളത് ഉത്തരം കൊടുക്കുന്നത്? അവരവരുടെ അഹങ്കരിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിച്ചില്ല. തങ്ങൾ മാത്രം രക്ഷപ്പെടും, ബാക്കിയെല്ലാവരും നശിച്ചു പോകും. ദൈവിക വെളിപാടുകളും പൂർവ്വപിതാക്കന്മാരും ഒക്കെ എല്ലാം ദൈവം തന്ന് ഞങ്ങൾക്കാണ്, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനതയാണ് ഞങ്ങളെന്നുള്ളതിൽ അഹങ്കരിച്ചു. അത് തെറ്റായിരുന്നുവെന്ന് ചരിത്രം പിന്നെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരരെ, അതായത് അവർ ദൈവം തിരഞ്ഞെടുത്ത അവർ നാടോടികളായിരുന്നു. ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനത. അവർക്കൊരു അഡ്രസ്സ് ഇല്ലായിരുന്നു ലോകത്തിൽ. അവർ ഒരു ഭാഗത്തു നിന്ന് വേറൊരു നാടോടികളായിട്ട് പൊഴിഞ്ഞു പോകുന്ന ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നിട്ടും ദൈവം അവർ തിരഞ്ഞെടുത്തത് അവരങ്ങേറ്റം അവശ്യരായതുകൊണ്ടാണ്. ഈ കാര്യം മറന്നുപോയിട്ട് തങ്ങളെ ദൈവത്താൽ ദൈവത്തിന് അത്ഭുത പ്രവൃത്തികൾ കണ്ടവരാണ്. ദൈവം ഞങ്ങളുടെ ദൈവം മാത്രമാണെന്നുള്ള രീതിയിൽ അഹങ്കരിച്ചപ്പോൾ അവർക്കും ദൈവത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു. ദൈവം വിനീതരുടെ പക്ഷം ചേരുന്നവനാണ്. അതേ, ഈ പരിശുദ്ധ കന്യാകുമാരിയുടെ സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ടല്ലോ, അതായത് ദൈവം സിംഹാസനങ്ങളിൽ നിന്ന് വലിയവരെ പ്രബലരെ താഴെ മറിച്ചിട്ടു എന്നിട്ട് വിനീതരെ ഉയർത്തി എന്നാണ് പറയുന്നത്. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ രൂപതയിൽ, നമ്മുടെ സഭാസമൂഹത്തിൽ ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനായിട്ട് സമർപ്പിക്കുവാൻ നമ്മൾ വിളിക്കപ്പെടുമ്പോൾ എളിമയുടെ രൂപയോടുകൂടി നമ്മൾ ഇത് ചെയ്യാനായിട്ടുള്ള സന്ദേശമാണ് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ വചനങ്ങളും നമുക്ക് തരുന്നത്. ദൈവം എന്തുകൊണ്ട് വിനീതരെ തിരഞ്ഞെടുക്കുന്നു? അതിനൊരു ഉത്തരമേ ഉള്ളൂ എൻ്റെ പ്രിയ സഹോദരരെ. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കുവാനായിട്ടാണ് ദൈവം ഇത് ചെയ്യുന്നത്. വിനീതരെ ദൈവം ഉയർത്തുന്നു, എളിമയുള്ളവരെ ദൈവം ശക്തരാക്കുന്നു. എന്നാൽ ബലവാന്മാരെ പറയുന്നത് തങ്ങളുടെ ശക്തിയും ബുദ്ധിയും കൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വീമ്പിടിക്കുന്നതുകൊണ്ടാണ് ദൈവം അവരെ നിരാകരിക്കുന്നതും. അവർ വിനീതരെ ദൈവം എപ്പോഴും തൻ്റെ സേവനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരരെ, ഈ ഇടവക ജനങ്ങളോടും ഇടവകയിൽ ഓരോരോ ശുശ്രൂഷ അനുഭവിക്കുന്ന നൽകുന്ന എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ് എൻ്റെ പ്രിയ സഹോദരരെ. അതായത് നമ്മൾ എത്രത്തോളം ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നു, വലുതോ ചെറുതോ ആയ കാര്യങ്ങൾ നമുക്ക് തന്നുകൊള്ളട്ടെ. അത് ഒരിക്കലും അഹങ്കരിക്കാതെ നമ്മളെപ്പോഴും വിനയമനോഭാവത്തോടുകൂടി നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാനുള്ള അനുഗ്രഹ ആശംസകൾക്ക് വേണ്ടി ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് വേണ്ടത്. എന്തിനായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രകാരം പറയും, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവാനും നിലനിൽക്കുന്ന ഫലം നിങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അതെ, എന്തെങ്കിലും ഫലം പുറപ്പെടുവിച്ചതുകൊണ്ടായില്ല. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവിക ജീവൻ നമ്മളിലേക്ക് പ്രവഹിക്കണം. മുന്തിരിച്ചെടിയുടെയും ശിഖരത്തിൻ്റെയും കഥ യേശു പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതായത് മുന്തിരിച്ചെടിയിൽ നിന്ന് ജീവജലം അത് ശിഖരങ്ങളിലേക്ക് പ്രവഹിക്കുന്നില്ല എങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഇതുതന്നെയാണ് യേശു നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവിക ശക്തി, ദൈവിക ചൈതന്യം യേശു തൻ്റെ മുന്തിരിച്ചെടിയായ യേശുവിൽ നിന്നും നമ്മിലേക്ക് പ്രവഹിക്കണം. നാം യേശു എത്രമാത്രം ഒന്നു ചേർന്ന് നിൽക്കുമെന്നുവോ, യേശുവിൻ്റെ നിഷ്കളങ്കതയിലും യേശുവിൻ്റെ വിനയത്തിലും എത്രമാത്രം നമ്മൾ ഭാഗഭാഗികളാകുന്നുവോ അതിനനുസൃതമായിട്ട് എൻ്റെ പ്രിയ സഹോദരരെ ധാരാളം നന്മ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നിലനിൽക്കുന്ന ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളെല്ലാം വളരെ വേഗം നാശിക്കുന്നതും നാശത്തിലേക്ക് വഴിതെളിക്കുന്നതുമായിട്ട് തീരും. അതുകൊണ്ട് ദൈവശക്തിയില്ലാതെ, ദൈവത്തോട് ഒന്നു ചേർന്ന് നിൽക്കാതെ ഒന്നും ഈ ഇടവകയിൽ ഉന്നമിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്.
അതേ മുന്തിരിച്ചെടിയും നിങ്ങൾ ശിഖരങ്ങളുമാകുന്ന യേശു പറയുന്നുണ്ടല്ലോ. അതുപോലെ മുന്തിരിച്ചെടിയായ യേശുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ വിനയത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ സമർപ്പണത്തിൻ്റെ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരരെ, ഈ സുവിശേഷത്തിൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ ദൗത്യം സഭയിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം ഇന്ന് ഈ ഇടവകയിൽ കൊച്ചുതോപ്പ് ഇടവകയിൽ ധാരാളം ആൾക്കാർ വികാരിയച്ഛനെ സഹായിക്കുന്നുണ്ട്. പാരിഷ് കൗൺസിൽ അംഗങ്ങളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ധാരാളമുണ്ട്. ഇടവകയിലെ ഓരോ വ്യക്തിയും ചെറുതോ വലുതുമായ സേവനം ഈ ഇടവകയ്ക്ക് വേണ്ടി, ഈ ദേവാലയ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര ചെറിയ ഒരു കാലയളവ് കൊണ്ട് ഈ ഇടവക ഇത്രയധികം വളർന്നത്, ഇത്രയധികം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിന് കാരണം ഈ ഇടവക ജനങ്ങളുടെ ആ സഹകരണമാണ് എൻ്റെ പ്രിയ സഹോദരരെ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരരെ, നമുക്ക് ഈ ഇടവക സേവനത്തിന് കിട്ടുന്ന അവസരത്തെ ഒരു പദവിയായിട്ട് നമ്മൾ കാണാൻ പാകുന്നില്ല. ഇതൊരു സേവനത്തിന് ദൈവം നൽകുന്ന ഒരു അവസരമാണെന്ന് നമ്മൾ കരുതുന്നത്. സെബദീപുത്രന്മാർ യേശുവിനെ സമീപിച്ച് പറഞ്ഞു, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ്, അങ്ങയെ സേവിക്കുവാനായിട്ട് അങ്ങേ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് ഞങ്ങൾ, അത് അർപ്പണം ചെയ്തവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, പദവിയാന്ന് വിചാരിച്ച് അവർ പറഞ്ഞു, യേശുവിൻ്റെ വലതു ഭാഗത്തും യേശുവിൻ്റെ ഇടതു ഭാഗത്തും ഇരുന്ന് ജനതകളെ ഭരിക്കുവാനുള്ള വരമാണ് അവർ യേശുവിൻ്റെ ആവശ്യപ്പെട്ടത്. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങൾ വലിയവൻ, ഏറ്റവും വലിയവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം, അത് യജമാനൻ എല്ലാവരുടെയും ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ദാസനായിരിക്കണമെന്ന് യേശു അവരെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ ഒരു ഇടവക സമൂഹത്തിലോ ഒരു സഭാ സമൂഹത്തിലോ നമ്മൾ ഫലമേൽക്കുന്ന അവസരത്തിൽ അവരുടെ ആ മനോഭാവം പോലെ നമ്മൾ വളരെയധികം എളിമയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. അതേ അധികാരം, ഈ സഭയിൽ നമുക്ക് കിട്ടുന്ന അധികാരം അതൊരു പദവിയല്ല, ഒരു ആനുകൂല്യമല്ല, നേരെ മറിച്ച് അത് ഒരു ആനുകൂല്യം, ദൈവത്തിൻ്റെ ഒരു ആനുകൂല്യം തന്നെയാണ്. അതൊരു പദവിയല്ല. നമ്മളെ പ്രശംസയ്ക്കോ നമ്മളെ മറ്റുള്ളവർ അടിച്ച് ഈ വിജാതിയുടെ നേതാക്കൾ അവിടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്നു, അവിടെ ഭരണം നടത്തുന്നു അവിടെ. പക്ഷെ നിങ്ങളങ്ങനെയാകരുത്, നിങ്ങൾ ഏറ്റവും വലിയവനാകുവാനെങ്കിൽ എല്ലാവരുടെയും ദാസനായിരിക്കണം. ആ ദാസ്യ മനോഭാവത്തോടുകൂടി നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ്, സമർപ്പിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് നമുക്ക് പറഞ്ഞ എല്ലാം നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന എല്ലാം ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ അങ്ങേറ്റവും ആത്മാർത്ഥതയോടുകൂടി അങ്ങേറ്റവും വിശ്വസ്തയോടെ ചെയ്ത് തീർക്കുവാൻ നമുക്ക് സാധിക്കണം. പക്ഷെ അതേ സമയത്തിന് എൻ്റെ പ്രിയ സഹോദരരെ, യേശു നമ്മളെ ഉപദേശിക്കുന്ന ഇപ്രകാരമാണ്, എല്ലാം നിറവേറ്റിയതിന് ശേഷം, എല്ലാം വിശ്വസ്തയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിറവേറ്റിയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്താലും എതിർപ്പുകളുണ്ടാകും. എന്ത് ചെയ്താലും ഈ ഇടവക ജനങ്ങൾ തന്നെ, ഈ ഇടവക ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എത്രമാത്രം എതിർപ്പുകളെ അതിജീവിച്ചതുകൊണ്ടാണ്, ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് അവർക്ക് മുന്നേറാൻ സാധിച്ചത്. എന്ത് ചെയ്താലും എതിർപ്പുകളുണ്ടാകും. പക്ഷേ എതിർപ്പുകളുണ്ടാകുമ്പോൾ ആരെയും ശപിക്കരുത്, ആരെയും മേലിൽ അധികാരം പ്രയോഗിക്കരുത്. എല്ലാം വിശ്വസ്തയോടും എല്ലാം ആത്മാർത്ഥതയോടെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിതരായ ദാസർ മാത്രമാണ്, ദൈവം കൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തു, അതിന് ഞങ്ങൾ എന്തെങ്കിലും ക്രെഡിറ്റ് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒന്നും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാതെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, അതേ ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മളെ അവിടുത്തെ സേവിക്കുവാനായിട്ട്, അവിടെ നമ്മൾ വിളിക്കുന്ന അർപ്പിത ജീവിതം നയിക്കുവാനായിട്ട്, അതേ ദൈവം നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു മഹത്വം, ആ ഒരു കാര്യം മാത്രം ദൈവത്തിന് മുമ്പിൽ നമ്മൾ നല്ല രീതിയിൽ അനുവർത്തിക്കുന്ന ഒരു മനോഭാവമായിരിക്കുന്നത്, എളിമയുടെ മനോഭാവമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് സഭാസേവനങ്ങൾ മുഴുകുന്ന എല്ലാവരെയും, വികാരിയച്ഛനുണ്ട്, നിങ്ങളുടെ അദ്ദേഹത്തെ സഹായിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്, ഇടവക ജനങ്ങളുണ്ട്, എല്ലാവരോടും എനിക്കിപ്പോഴുള്ള അഭ്യർത്ഥന ഇതാണ്, എന്ത് ചെയ്യാനും ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. പ്രശംസയോ നല്ല അവരുടെ ആശംസകളോ അവരുടെ കയ്യടിയോ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം ദൈവത്തിന് വേണ്ടി, അതേ ഞാൻ കാണാത്ത ദൈവത്തിന് വേണ്ടി ഞാൻ സന്തോഷപൂർവ്വം ചെയ്യുന്നതൊക്കെയല്ല നല്ല ദൈവം എനിക്ക് അതിനുവേണ്ടി പ്രതിഫലം
തക്ക സമയത്ത് തരുമെന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നേറുവാൻ സാധിക്കണം. അങ്ങനെ ഞാൻ വാസ്തവത്തിൽ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അദ്ദേഹം വിശുദ്ധനാണ്, നമുക്കറിയാം. അദ്ദേഹത്തെ 5 6 പ്രാവശ്യം എനിക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തോടൊത്ത് ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവസാന ദിവസം അദ്ദേഹത്തെ ഞാൻ കണ്ടത് ഓർക്കുകയാണ്. അന്ന് അദ്ദേഹത്തിന് ഒട്ടും സുഖമില്ലായിരുന്നു. അദ്ദേഹം പാർക്കിൻസൺസിൻ്റെ രോഗമായിരുന്നു. അദ്ദേഹം കൈകാലുകൾ വിറയ്ക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെയ്തപ്പോൾ ഓരോരുത്തരെയും ഒറ്റയ്ക്കായിട്ട് വിളിച്ച് മുറിയിൽ വിളിച്ച് അദ്ദേഹം തൻ്റെ ആശംസകൾ നേരുകയും ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവസാന നാളുകളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ച അവസരം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മേശയുടെ ഒരറ്റത്ത് ഒരു കസേര ഇട്ടിരിക്കുകയാണ്. ബാക്കി സന്ദർശനത്തിന് വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു കസേര ഇട്ടിട്ടുണ്ട്. ഞാൻ ആ മുറിയിൽ പ്രവേശിച്ച അവസരത്തിൽ അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി, എല്ലാവരും ആദരിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രവേശിച്ച ആ നിമിഷം അദ്ദേഹം എന്നോടുള്ള ആദരവും ബഹുമാനവും പ്രദർശിപ്പിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട്, മേശയെ അള്ളിപ്പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്നെ നിയന്ത്രണത്തെ നയിക്കാൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന് മുട്ടുകുത്തി അദ്ദേഹത്തിൻ്റെ മോതിരം ചുംബിച്ചു, അദ്ദേഹത്തിനോട് സ്നേഹ സംഭാഷണം നടത്തി പിരിയുകയും ചെയ്തു. എൻ്റെ പ്രിയ സഹോദരരെ, നമ്മൾ എന്ത് തന്നെ സഭാസേവനം ചെയ്ത് നമുക്ക് ചെറുതോ വലുതായിക്കൊള്ളട്ടെ, നമുക്കതെല്ലാം എളിമയോടുകൂടി, അങ്ങേറ്റ എളിമയോടുകൂടി, ആരും അന്യരല്ല, എല്ലാവരും എൻ്റെ സ്വന്തമാണെന്നുള്ള ഉദ്യോഗത്തോടുകൂടി നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം പാടുപെടുമോ അതുപോലെ സമൂഹത്തിലെ നിരാലംബർക്ക് വേണ്ടി, അവശ്യർക്ക് വേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. അങ്ങനെ എല്ലാവരും ആ മനോഭാവത്തോടുകൂടിയും സമർപ്പിത ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടവകയെ വളരെയധികം ഉയർത്താൻ സാധിക്കും. അതിലൂടെ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നിറതകൾ അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ സമർപ്പണത്തിൻ്റെ അവസരത്തിൽ നമുക്ക് സമർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കാൻ എൻ്റെ പ്രിയ സഹോദരരെ, ഏറ്റവും പ്രധാനമായിട്ട് സമർപ്പണത്തിന് മഹനീയ മാതൃകകൾ ഈ സുവിശേഷത്തിലുടനീളം ദൈവം നൽകുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. അങ്ങേറ്റം എളിമയോടുകൂടി, അങ്ങേറ്റം വിനയമനോഭാവത്തോടുകൂടി നമ്മെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവാനും എളിയ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഒരുപക്ഷെ നല്ല നന്മയ്ക്ക് വരും തിന്മ അനുഭവിക്കേണ്ടി വന്നാലും ദൈവത്തിരുസിനെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് എളിയ സേവനങ്ങൾ ചെയ്തുകൊണ്ട് സമർപ്പണ ജീവിതം പൂർത്തിയാക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.